പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഈ തിരുവചന ഭാഗത്തെ ഒന്നാമത്തെ ധ്യാന ചിന്ത, ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. എന്താണ്? ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്, യേശു 72 പേരെ അയച്ച് അവർ പ്രേക്ഷിത ദൗത്യം കഴിഞ്ഞ് തിരിച്ചെത്തി എല്ലാ കാര്യങ്ങളും കർത്താവിനോട് പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ 10-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചതിലും നിങ്ങൾ സന്തോഷിക്കണ്ട, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഇപ്രകാരം ശിഷ്യരോട് പറഞ്ഞിട്ട് ആ സമയം തന്നെ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ദൈവത്തോട് പറയുകയാണ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടത്തെ ഞാൻ സ്തുതിക്കുന്നു. കാരണം എന്താ? അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. ദൈവിക രഹസ്യങ്ങൾ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ദൈവം മറച്ചു വെച്ച് എളിയവർക്ക് വെളിപ്പെടുത്തുന്നവനാണ്. യേശുവിന്റെ ശിഷ്യരെയാണ് ഇവിടെ ഈ ശിശുക്കളെന്നും എളിയവരെന്നും ഒക്കെ പറയുന്നത്. തന്റെ ശിഷ്യർക്ക് കർത്താവ് വെളിപ്പെടുത്തിയ തന്റെ നാമത്തിൽ, യേശു നാമത്തിൽ ഇവർ പ്രവർത്തിച്ചപ്പോൾ ദൈവം ചെയ്ത അടയാളങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്വർഗീയ രഹസ്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് എളിയവർക്ക് ദൈവം ഇവ വെളിപ്പെടുത്തുന്നു. ശിശുക്കളെ പോലെ ദൈവത്തെ നാം സമീപിക്കണം എന്നർത്ഥം. ഇവിടെ നൽകുന്ന രണ്ടാമത്തെ ചിന്ത 22-ാമത്തെ വാക്യത്തിൽ, എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവ് ആരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. ദൈവം എല്ലാ കാര്യങ്ങളും പുത്രൻ തമ്പുരാനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരാണെന്ന് പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ. എന്നാൽ പിതാവ് ആരെന്ന് പുത്രൻ അറിയുന്നു. പുത്രൻ ആർക്കെല്ലാം വെളിപ്പെടുത്തുന്നോ അവരും അറിയും. ഇത്രയും പിതാവായ ദൈവത്തോടാണ് യേശു പറഞ്ഞത്. 21, 22 വാക്യങ്ങൾ പിതാവായ ദൈവത്തോടാണ് യേശു പറഞ്ഞത്. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് യേശു ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. അവർ കാണുന്നത് എന്താണ്? യേശു നാമത്തിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരായി ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ അതുവഴി അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ച ദൈവത്തിന്റെ പ്രവർത്തികൾ. 24-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. 21, 22 വാക്യങ്ങളിൽ പിതാവായ ദൈവത്തോടാണ് സംസാരിച്ചത്. എന്നാൽ 23, 24 വാക്യങ്ങളിലേക്ക് വന്നപ്പോൾ യേശു ശിഷ്യരുടെ നേരെ തിരിഞ്ഞിട്ട് അവരോട് മാത്രമായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു,
എങ്കിലും കേട്ടില്ല. എന്താണ് യേശു ഈ പറഞ്ഞേക്കുന്നത്? അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല, കണ്ടില്ല എന്ന്. അതുപോലെ നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിനെയും യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങളെയുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. 1 പത്രോസ് 12-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇവയിലേക്ക് എത്തി നോക്കുവാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ത് കാര്യങ്ങൾ? യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. യേശുവിന്റെ പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, ഇവയിലൂടെ സാധ്യമായ രക്ഷയുടെ രഹസ്യങ്ങളെ കുറിച്ചാണ് പത്രോസ്ലീഹ ഇവിടെ വിവരിക്കുന്നത്. ഈ രക്ഷയുടെ രഹസ്യങ്ങൾ വിവരിച്ചു കഴിഞ്ഞിട്ട് പത്രോസ്ലീഹ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി ഇക്കാര്യങ്ങളെല്ലാം സുവിശേഷ പ്രസംഗകർ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളെ അറിയിക്കപ്പെട്ട ഈ കാര്യങ്ങളിലേക്ക് എത്തി നോക്കുവാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. ലൂക്ക പറഞ്ഞു, അനേകം രാജാക്കന്മാരും പ്രവാചകന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. 23, 24 വാക്യങ്ങളിൽ പറയുന്നത് യേശുവിനെ കുറിച്ച് തന്നെയാണ്. യേശുവിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും, യേശു നാമത്തിലുള്ള ദൈവത്തിന്റെ രക്ഷാകര ഇടപെടലുകൾ. അപ്പൊ യേശുവിനെയും യേശു നാമത്തിലുള്ള ദൈവത്തിന്റെ രക്ഷാകര ഇടപെടലുകളെയും കാണാൻ അനേകം രാജാക്കന്മാരും പ്രവാചകന്മാരും ആഗ്രഹിച്ചു. അവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്ന ഈ ഭാഗ്യമാണ് ക്രിസ്തു ശിഷ്യർക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണല്ലോ. ഈ ദിവസങ്ങളിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാൻ 3 പ്രധാനപ്പെട്ട ചിന്തകൾ. ഒന്നാമതായിട്ട്, ശിശുക്കൾക്ക് സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവം. ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവം. ദൈവമേ, ഞങ്ങളും വിനയാന്വിതരായി നിന്നെ സമീപിക്കുവാനും സ്വർഗീയ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കൃപ സ്വീകരിക്കുവാനും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി 22-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യം, എല്ലാ കാര്യങ്ങളും പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവ് ആരെന്ന് പുത്രൻ ആർക്കെല്ലാം വെളിപ്പെടുത്തുന്നുവോ അവരും മാത്രമേ അറിയുന്നുള്ളൂ. എന്നാൽ പുത്രൻ ആരെന്ന് പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ എന്നാണ് ഈ 22-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്. പക്ഷെ 23, 24 വാക്യങ്ങൾ യേശുവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഈ ദിവ്യ രഹസ്യങ്ങൾ ആർക്കാണ് വെളിപ്പെട്ടിരിക്കുന്നത്? ക്രിസ്തു ശിഷ്യർക്ക്. യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ സാക്ഷികളായി മാറുന്ന ക്രിസ്തു ശിഷ്യർക്ക് ഈ സ്വർഗീയ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുന്നത് സകലരെയും അറിയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന തിരിച്ചറിവോടെ യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് യേശുവിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതും ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളുമൊക്കെ കാണുവാനുള്ള കണ്ണുകൾ തുറന്നു തരാനും ഇത് പരിശുദ്ധാത്മ നിറവിൽ സകലരെയും അറിയിക്കുവാനും അങ്ങനെ നമുക്ക് ഭാഗ്യമുള്ളവരായി മാറുവാനും ദൈവദൂതന്മാർ പോലും കൊതിക്കുന്ന സ്വർഗീയ രഹസ്യങ്ങൾ ഉൾക്കൊണ്ടനുഭവിക്കാനും നമുക്ക് ദൈവം ഭാഗ്യം തരുകയാണ്. ഈ രഹസ്യങ്ങൾ നമുക്ക് സ്വീകരിച്ച് അനുഭവിക്കാം, സകലരോടും സാക്ഷ്യപ്പെടുത്താം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.